ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ചാണ് മന്ത്രിമാർക്ക് പണം നൽകിയതെന്ന് ബാർ ഉടമകളുടെ അസോസിയേഷൻ ഭാരവാഹി രാജ്കുമാർ ഉണ്ണി തന്നോട് വെളിപ്പെടുത്തിയതായി പി.സി. ജോർജ് വിജിലൻസിന് മൊഴി നൽകി. 3 തവണയായി കെ.എം. മാണിക്ക് 1 കോടി രൂപ കൊടുത്തുവെന്ന് രാജ്കുമാർ ഉണ്ണി പറഞ്ഞതായി പി.സി. പറഞ്ഞു. രാജ്കുമാർ ഉണ്ണിയുമായുള്ള കൂടിക്കാഴ്ച തെളിയിക്കാൻ തന്റെ ടൂർ ഡയറി വിജിലൻസിന് പരിശോധിക്കാൻ പി.സി. ജോർജ് നൽകി. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി 2014 ഏപ്രിൽ 28-ന് കരുനാഗപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് പി.സി. ജോർജ് വിജിലൻസിന് മൊഴി നൽകിയത്. കെ.എം. മാണിക്ക് 3 ഘട്ടങ്ങളായി 1 കോടി രൂപ തിരുവനന്തപുരത്തെയും പാലയിലെയും വസതികൾ വെച്ച് നൽകിയതായി രാജ്കുമാർ ഉണ്ണി തന്നോട് പറഞ്ഞു. 3 പ്രാവശ്യമായി 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഉണ്ണി ഫോണിൽ വിളിച്ച് പറഞ്ഞ് പാലായിലെ ഒരു ബാർ ഉടമ താൽക്കാലികമായി പണം സംഘടിപ്പിച്ച് പൊൻകുന്നത്തെ ഒരു ബാർ ഉടമയും കോട്ടയത്തെ ഒരു ബാർ ഉടമയും ചേർന്നാണ് കാസർഗോട്ടെ ഒരു ബാർ ഉടമയും ഒരുമിച്ച് പോയാണ് മാണിക്ക് 1 ഗഡു കൊടുത്തത് പാലായി. ബാർ വിഷയത്തിൽ മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.എം. മാണി, കെ. ബാബു എന്നിവരെ ഡീൽ ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് 15 കോടി രൂപ അസോസിയേഷൻ സമാഹരിച്ചത്. തനിക്ക് 1 കോടി രൂപ നൽകിയപ്പോൾ കെ. ബാബുവിന് 10 കോടി രൂപ നൽകിയത് മാണിയെ ചൊടിപ്പിച്ചു. 5 കോടി രൂപ വേണമെന്ന് മാണി ആവശ്യപ്പെട്ടതായി രാജ്കുമാർ ഉണ്ണി തന്നോട് പറഞ്ഞുവെന്ന് പി.സി. ജോർജ് വിജിലൻസിന് മൊഴി നൽകി. മൂന്നാമത് നമ്മുടെ കെ. ബാബുവിനെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അത്ര പണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പണം പലപ്പോഴായി 10 കോടി രൂപ വാങ്ങി. അത് സത്യമാണ്. ഞങ്ങൾ MLA-മാരെല്ലാം കൂടെ ഉമ്മൻചാണ്ടി ചെന്ന് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പറഞ്ഞത് കേസൊക്കെ നമുക്ക് തീർത്തോളാം, കെ.എം. മാണിയെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയമുണ്ടോ, UDF നിൽക്കുകയില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കണ്ട, കെ.എം. മാണിയെ രക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നു. പി.സി. ജോർജ് തന്റെ ടൂർ ഡയറി വിജിലൻസിന് പരിശോധിക്കാനായി നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.